എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചൂര കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ മീനിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പിലേക്ക് മീനെല്ലാം ഇട്ട് നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് വെക്കാം. കുറച്ച് സമയം മാറ്റി വെക്കാം. അത് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മീൻ നല്ലപോലെ മൊരിഞ്ഞു വരണം. അത്യാവശ്യം മൊരിഞ്ഞു വരണം. അപ്പോഴാണ് നമുക്കിത് പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവുക. അപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മീനും നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പിച്ചി ഉടച്ചു വെക്കണം. ഇതിൻ്റെ ഇടയിൽ വല്ല ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ മീനെല്ലാം ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കറിമസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് വേണോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഈ മുട്ടയിൽ മുക്കി പൊരിച്ചെടുക്കണം. ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചൂര കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചൂര കട്ട്ലേറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.